ഇറാനുമായുള്ള സംഘർഷത്തിൽ നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുമ്പോഴും സൈനിക നടപടികളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇറാന്റെയും ലെബനന്റെയും മേലുള്ള സൈനിക സമ്മർദ്ദം കുറയ്ക്കില്ല എന്ന് അദ്ദേഹം കർശന മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് മേലുള്ള ആക്രമണവും തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ 2 ആണവ ശാസ്ത്രജ്ഞന്മാരെ കൂടി ഇസ്രായേൽ സൈന്യം വധിച്ചതായി നെതന്യാഹു വെളിപ്പെടുത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഏതൊരു സാഹചര്യത്തിലും ഇസ്രായേലിന്റെ സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾക്ക് 5 ദിവസത്തെ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനപരമായ പരിഹാരത്തിലേക്ക് നീങ്ങാൻ ഈ ഇടവേള സഹായിക്കുമെന്നാണ് വാഷിംഗ്ടണിന്റെ വിലയിരുത്തൽ. അതിനിടെ ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ പുറത്താക്കി ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ പറഞ്ഞതായി റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് ഇസ്രായേൽ ക്യാബിനറ്റിന് നൽകിയ അതീവ രഹസ്യ റിപ്പോർട്ടിലാണ് അദ്ദേഹം ഈ നിഗമനം പങ്കുവച്ചത്. ഇറാനിലെ ഭരണമാറ്റം സംബന്ധിച്ച് മാസങ്ങൾ മുതൽ 1 വർഷം വരെയുള്ള വിവിധ സാധ്യതകൾ ബാർണിയ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൽ 1 വർഷത്തിനുള്ളിൽ മാറ്റം സംഭവിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് അദ്ദേഹം വിലയിരുത്തി. എന്നാൽ ഈ പ്രവചനം അമേരിക്കൻ സർക്കാരിനെയും ഇസ്രായേൽ സർക്കാരിനെയും വഴിതെറ്റിച്ചതാണെന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബാർണിയക്കെതിരെ ഇപ്പോൾ വിമർശനമുയരുന്നുണ്ട്.